ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം മോദി ഉണ്ടെങ്കിൽ സാധ്യമാണ് എന്നതാണ്. കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലം മോദി ആ രംഗത്ത് നടത്തിയ ഇടപെടലുകൾ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ അനുഭവങ്ങളാണ് നമ്മളുമായി പങ്കുവെക്കുന്നത്. മഹാത്മാഗാന്ധിജി ഇന്ത്യ എന്ന രാജ്യം ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറയുവാനുള്ള കാരണം നമ്മുടെ രാജ്യത്തെ കർഷകരാണ് രാജ്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അഭിമാനവും ജീവനും നിലനിർത്തുന്നതെന്ന അർത്ഥത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പഞ്ചവത്സര പദ്ധതികളിൽ എക്കാലത്തും മുൻതൂക്കം കൊടുത്തുകൊണ്ടിരുന്നത് കാർഷിക രംഗത്തുമായിരുന്നു. എന്നാൽ ആഗോളവൽക്കരണം ഇന്ത്യയിലെ കർഷകരെ എത്രമാത്രമാണ് ബുദ്ധിമുട്ടിച്ചതെന്ന് 1991 മുതൽ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ശ്രീ മോദി 5 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 55% വരുന്ന കാർഷിക രംഗത്ത് പണിയെടുക്കുന്ന ഇന്ത്യയിലെ കർഷകരോട് ചില വാഗ്ദാനങ്ങൾ നൽകിയത്. ഞാൻ അധികാരത്തിൽ വന്നാൽ ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്ന വിളകൾ ഇറക്കുന്നതിനാവശ്യം വരുന്ന മൊത്തം ചെലവിനേക്കാൾ 50%-ലധികം തുക വരുമാനം കർഷകർക്ക് ഗ്യാരണ്ടി നൽകുക എന്ന നിർദ്ദേശം നടപ്പിലാക്കും എന്ന് പറഞ്ഞ ശ്രീ മോഡിയുടെ 5 വർഷക്കാലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ണീരണിഞ്ഞവർ, ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തവർ, ഏറ്റവും കൂടുതൽ അനാഥമായ കുടുംബങ്ങൾ കർഷകരുടേതാണെന്ന് ഓർക്കുമ്പോഴാണ് ശ്രീ മോദി എത്ര ക്രൂരമായിട്ടാണ് ഇന്ത്യൻ കർഷക കുടുംബങ്ങളുടെ നട്ടെല്ലൊടിച്ചതെന്ന് മനസ്സിലാക്കാം. കാർഷിക രംഗത്തെ അതിരൂക്ഷമായ പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും കർഷക മേഖലയിൽ തന്നെയുള്ള ആദിവാസികൾ കിലോമീറ്ററുകളോളം ദൂരം യാത്ര ചെയ്ത് വലിയ ജനകീയ സമരങ്ങൾ, ജനസാഗരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് മോദിയാൽ നിയന്ത്രിക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക സമീപനങ്ങളെ ജനങ്ങൾ ചോദ്യം ചെയ്തത്. ഇന്നത്തെ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. കർഷകർ എടുത്ത കടത്തിൻ്റെ പേരിൽ അവരുടെ കുടുംബം സർഫസി കരിനിയമപ്രകാരം ജപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കർഷകർ ഇന്ത്യയിലാണ് എന്ന് ലോക ബാങ്ക് പറയുന്നു. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യയിലെ ഭരണം കോർപ്പറേറ്റുകളെ ഏകപക്ഷീയമായി സഹായിക്കുമ്പോൾ ബഹിരാഷ്ട്ര കുത്തകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ മോദി പൂർണ്ണമായും മറന്നുപോയത് ഇന്ത്യയിലെ സാധാരണ കർഷകരെ ആണ് എന്ന് മറക്കരുത്. കർഷകർ എന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർ മാത്രമല്ല, നാൽക്കാലിയെ വളർത്തി ജീവിക്കുന്ന ആളുകൾക്കും നാൽക്കാലികളെ കച്ചവടം ചെയ്യുവാനോ കൈമാറുവാനോ കഴിയാത്ത അവസ്ഥയിൽ ലോകത്തെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന, കണ്ണീരനുഭവിക്കുന്ന, ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന, സ്വന്തം നാടും വീടും ഭൂമിയും ഉപേക്ഷിക്കേണ്ടി വരുന്ന കോടിക്കണക്കിന് ആളുകളെ അനാഥമാക്കിയ ശ്രീ മോഡിയുടെ കർഷക വിരുദ്ധ സമീപനത്തിനോടുള്ള ഒരു തിരുത്തിക്കുറുക്കലായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. ശ്രീ മോദി എന്ന കർഷക വിരുദ്ധൻ്റെ, അദ്ദേഹം നേതൃത്വം കൊടുത്ത കർഷക വിരുദ്ധ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായി വരുന്ന തെരഞ്ഞെടുപ്പിനെ ഇന്ത്യൻ ജനത കൈകാര്യം ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം.